ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു 3 സോപ്പ് ഉണ്ടാക്കണം. 100 ഗ്രാമിൻ്റെ വീതം ഒരു സോപ്പ്. അപ്പോൾ ഇപ്പോൾ കുറേ പേർക്കൊക്കെ അറിയാമല്ലോ സോപ്പ് ഉണ്ടാക്കാൻ. ഇപ്പോൾ യൂട്യൂബ് തുറന്ന സോപ്പിൻ്റെ വീഡിയോസാണ് കാണാനുള്ളൂ. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോസ് അങ്ങനെ അധികം ചെയ്യാറില്ല ഞാൻ. അപ്പം ഇന്ന് എന്തെങ്കിലും ഒരു വീഡിയോ ഇടണ്ടേന്ന് വിചാരിച്ച് ഞാൻ ഇന്നത്തെ ഒരു ഓർഡറാണ് കേട്ടോ ഇത് സോപ്പ് ഉണ്ടാക്കാനുള്ളത്. ഇന്ന് ഒരു പപ്പായ സോപ്പ്, ഒരു മഞ്ചിഷ്ട സോപ്പ്, പിന്നെ ഇത് ശംഖുപുഷ്പത്തിൻ്റെ ഒരു സോപ്പ്, അങ്ങനെ 3 സോപ്പാണ് വേണ്ടത്. ഇപ്പോൾ ഒരു 325 ഗ്രാമൊക്കെ ബേസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ക്വാളിറ്റി ബേസാണ് കേട്ടോ. ഞാനത് കട്ട് ചെയ്ത് വെച്ച് ഓൾറെഡി. നല്ല ഗ്ലാസ് പോലെ ഇരിക്കുന്ന നല്ല ബേസാണ് കേട്ടോ. അത് പ്രീമിയം ക്വാളിറ്റി ബേസാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം കാണിച്ച് പോകാം. അപ്പോൾ 3 സോപ്പാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. 3 ഒരേ സോപ്പാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഒറ്റ പ്രാവശ്യം ഞാൻ ഈ സോപ്പ് മെൽറ്റ് ചെയ്യാൻ വെച്ചേക്കണേ കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് വേണം 3ലേക്കും. ഞാനിപ്പോൾ ഒരു 3 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഓരോന്ന് നമുക്ക് ആ ബേസ് മെൽറ്റ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മഞ്ചിഷ്ട സോപ്പിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ചിഷ്ട പൗഡർ 1 ഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു ഗ്ലാസ്സിൽ പപ്പായ സോപ്പ് ഉണ്ടാക്കാൻ പപ്പായയുടെ എക്സ്ട്രാക്റ്റ് അതും 1 ഗ്രാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താണ്, ശംഖുപുഷ്പത്തിൻ്റെ ജെല്ലാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ ചേർത്ത് കൊടുക്കേണ്ട 1 ഗ്ലാസ്സിൽ. എല്ലാം 1 ഗ്രാം വീതമാണ് കേട്ടോ ചേർത്തേക്കണേ. നമുക്കപ്പോൾ മഞ്ചിഷ്ട സോപ്പിലേക്കും ശംഖുപുഷ്പത്തിൻ്റെ ഈ സോപ്പിനും വേണ്ടിയിട്ട് അലോവേര ചേർത്ത് കൊടുക്കാം, അത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ഒരു അലോവേര ഇത്ര അളവിൽ ആ പൗഡർ ഒന്ന് മിക്സാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ശംഖുപുഷ്പത്തിൻ്റെ ജെല്ല് ഒന്ന് മിക്സായി കിട്ടാനും വേണ്ടിയിട്ട്. ജെല്ല് മിക്സായി കിട്ടാനല്ല, ശംഖുപുഷ്പത്തിൻ്റെ സോപ്പിനൊക്കെ ഒരു നല്ല തിളക്കവും കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ബേസ് അപ്പോൾ മെൽറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി വൈറ്റമിൻ ഇയും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് തന്നെ ചേർക്കാം വൈറ്റമിൻ ഇ. ഒരു 4 ഡ്രോപ്സ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 100 ഗ്രാം ആയിട്ടാ. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രാഗ്രൻസും കൂടി ചേർത്ത് കൊടുത്താൽ മതി. സാൻഡലിൻ്റെ ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേഗം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇതിന്ന് കട്ടിയായി പോകും. നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മഞ്ചിഷ്ട സോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്തതായിട്ട് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പാണ് കേട്ടോ. ഇത് ഗ്ലാസ് വെച്ചിട്ട് മൈനസ് ചെയ്ത് കൊടുക്കാം. 100 ഗ്രാം ബേസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 1 ഡ്രോപ്പ് കളർ ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താ പറ്റണമെന്ന് വെച്ചാൽ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് ഉണ്ടാക്കി
നമുക്ക് ഓൾറെഡി അത് ചേർക്കുമ്പോൾ നമുക്ക് കളർ കിട്ടും, ജെല്ല് ചേർക്കുമ്പോൾ. പക്ഷെ അത് ഒരു 2 ആഴ്ചയൊക്കെ ഇരിക്കുമ്പോൾ കളറ് കളറ് പോയിട്ട് സോപ്പ് ഇങ്ങനെ വൈറ്റായിട്ട് ബേസിൻ്റെ കളറിലേക്ക് തന്നെ വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ ഫ്രാഗ്രൻസ് ചേർക്കണ ഭാഗം ക്യാമറയിൽ കിട്ടിയില്ല കേട്ടോ. ഞാൻ ലാവണ്ടറിൻ്റെ ഫ്രാഗ്രൻസാണ് ചേർത്തത്. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് പപ്പായ സോപ്പാണ്. ഇനി പപ്പായ സോപ്പിലേക്ക് ഇനി നമുക്ക് കളറ് ചേർക്കണം, ഫ്രാഗ്രൻസും ചേർക്കണം. ഒരു 4 ഡ്രോപ്സ് കളർ ചേർത്തിട്ടുണ്ട് കേട്ടോ. 1 ഡ്രോപ്സ് കൂടി ചേർത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫ്രാഗ്രൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ അളവും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. മുമ്പത്തെ വീഡിയോയിലൊക്കെ അളവൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഡൗട്ടുള്ളവരൊക്കെ മുമ്പത്തെ വീഡിയോ കയറി കണ്ടാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഓരോരോ സോപ്പിൻ്റെ ഓർഡർ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഇത്തിരി ബുദ്ധിമുട്ടാവും. അതേസമയം ഇപ്പോൾ 1 കിലോ ബേസ് കൊണ്ട് ഒരു സോപ്പ് തന്നെയാണെങ്കിൽ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്താൽ മതി. സോപ്പ് 3 നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു, വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.